കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് പ്രതിവർഷം 6000 രൂപയാണ് ലഭിക്കുന്നത്. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെയാണ് ഈ തുക എത്തുന്നത്. PM കിസാന്റെ 20ാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഇനി നടക്കാനുള്ളത്. 19 ഗഡുക്കളുടെ വിതരണം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 20ാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ PM കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഇത് കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയോ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനാൽ ഇനി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ അക്ഷയ കേന്ദ്രങ്ങളോ കോമൺ സർവീസ് സെന്ററോ സന്ദർശിച്ചാൽ മതിയാകും. കൂടാതെ ഫാർമർ ലോഗിൻ പോർട്ടൽ വഴി സ്വന്തമായും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതുമാണ്. കരമടച്ച സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ. അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട ഒന്നു തന്നെയാണ്. PM കിസാന്റെ 6000 രൂപ കിട്ടുന്ന കർഷകരും കൃഷിഭൂമിയുള്ള കർഷകരും ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട ഒന്നു തന്നെയാണ്. തുടർന്നും PM കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർഷകർക്ക് കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇവ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇവ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ്. കൂടാതെ ഇലക്ട്രോണിക് KYC സ്റ്റാറ്റസും ലാൻഡ് സീഡിംഗും ഒക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിലാണ് PM കിസാന്റെ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുക. ജൂലൈ 31 വരെയാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനുള്ള അവസാന തീയതി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ ഈ സമയത്തിനുള്ളിൽ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. PM കിസാന്റെ ആനുകൂല്യം ലഭിക്കാത്ത എന്നാൽ കൃഷിഭൂമിയുള്ള കർഷകരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവരും കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുക.